എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ. എത്ര ദൂരത്തിലായാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർ ഒരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ ഒക്കെ നമ്മളെ തേടി എത്താറുണ്ടല്ലേ. ഈ കിടക്കുന്ന ഈ മത്സ്യങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവർ ഓടി വരാറുണ്ട് ഒരു വിശ്വാസ്യത കൊണ്ടിട്ട്. നമ്മൾ തീറ്റ കൊടുക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അതിനുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ പരിചയപ്പെടുത്തിയ ഒരു പൂച്ചയാണ് ഈ എൻ്റെ ഡോറിന് മുന്നിൽ കിടക്കുന്നത്. പുലർച്ചെ 5 മണിക്ക് ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് അവൻ ഓടി വരാറുണ്ട്. ഇത് ഓടി വന്നിട്ട് നെട്ടനെ വാതിലിൻ്റെ സെൻറ്ററിൽ കിടക്കുകയാണ്. അതിനൊരു വിശ്വാസമുണ്ട്, നമ്മൾ ചവിട്ടില്ല, അതിനെ നോവിക്കില്ല എന്ന്. എത്ര തട്ടിയാലും അതിന് ഉറക്കം മതിയാകാതെ ഉറങ്ങുകയാണ്, സുഖമായി കിടന്ന് ഉറങ്ങുകയാണല്ലേ. മനുഷ്യനായാലും ജീവിയായാലും ഈ സുഖമായി ഉറങ്ങാൻ ആഗ്രഹിക്കാത്തത് ആരാണ് ഉള്ളത് അല്ലേ. മരത്തിൻ്റെ ഉണങ്ങിയ ചില്ലയിലിരിക്കുന്ന പക്ഷിയെ കണ്ടില്ല, അത് പറന്ന് വന്ന് ഉണങ്ങിയ ചില്ലയായാലും അതിലിരിക്കും. അത് ഒടിഞ്ഞു പോകില്ല എന്നുള്ള ഒരു വിശ്വാസമല്ല, പക്ഷേ അതിൻ്റെ ചിറകുകളിലുള്ള ആത്മവിശ്വാസം. നിങ്ങൾ നന്മ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും, തളരരുത്. ആരൊക്കെ തളർത്താൻ ശ്രമിച്ചാലും നിങ്ങൾ നന്മയിലേക്കാണ് പോകുന്നതെങ്കിൽ സത്യത്തിൽ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വരും. ബൈ.